നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളം വീണ്ടും ഒരു ദുരന്തത്തിന്റെ നടുവിലാണ്. മഴ തകർത്ത വീടുകൾ, വെള്ളം കയറിയ ഗ്രാമങ്ങൾ, ഉറ്റവരെയും ഉടയവരെയും ചേർത്ത് പിടിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യർ. ഇവിടെ രാഷ്ട്രീയം പറയുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ടത് മനുഷ്യരെ കുറിച്ചാണ്. വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം വേണം, ദാഹിക്കുന്ന മനുഷ്യന് വെള്ളം വേണം, രോഗിക്ക് മരുന്ന് വേണം, കുഞ്ഞിന് സുരക്ഷ വേണം, വൃദ്ധന് ഒരു കൈത്താങ്ങു വേണം. ഈ സമയത്ത് ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് ഒരു പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയത്തെ തെളിയിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പല ദുരന്ത ബാധിത പ്രദേശങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചുവന്ന കൊടിയും പിടിച്ച് മുദ്രാവാക്യം വിളിക്കാൻ മാത്രമല്ല, അരിച്ചാക്കുമായി, കുടിവെള്ളവുമായി, ഭക്ഷണ പൊതികളുമായി, മരുന്നുമായി, ശുചീകരണ ഉപകരണങ്ങളുമായി ദുരിതബാധിതന്റെ വീട്ടിലേക്കും ക്യാമ്പിലേക്കും ഓടിച്ചെല്ലുന്ന ഒരു യുവജന സേനയുണ്ട്. അതാണ് ഡിവൈഎഫ്ഐ. പ്രിയപ്പെട്ട സഖാക്കളെ, ഡിവൈഎഫ്ഐ എന്നത് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ചുമരിൽ പോസ്റ്റർ ഒട്ടിക്കാനുണ്ടാക്കിയ സംഘടനയല്ല. ഡിവൈഎഫ്ഐ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് ആളെ കൂട്ടാനുള്ള ഒരു സംഘം മാത്രവുമല്ല. മനുഷ്യന് ഒരു ദുരന്തം വന്നാൽ അവന്റെ വാതിലിൽ ആദ്യം എത്തണമെന്ന രാഷ്ട്രീയ ബോധമുള്ള യുവത്വമാണ് ഡിവൈഎഫ്ഐ. ഇന്ന് ക്യാമ്പുകളിൽ ആഹാരം എത്തിക്കുന്ന സഖാവിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം, നിങ്ങൾക്ക് ഇവരെയൊക്കെ വ്യക്തിപരമായി നേരത്തെ അറിയാമോ എന്ന്. ഉത്തരം അറിയില്ല എന്ന് തന്നെ ആയിരിക്കും. അവരുടെ ജാതി അറിയുമോ? അറിയില്ല. അവരുടെ മതം അറിയുമോ? അറിയില്ല. അവർ ഇന്നലെ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് അറിയുമോ? അറിയില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരെ എങ്ങനെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഒരു ഉത്തരമേ കാണൂ. ആ ഉത്തരം അവർ മനുഷ്യരാണെന്ന തിരിച്ചറിവ് മാത്രമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയം എന്നതാണ്. അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹരമായ മുഖം. അതാണ് ഡിവൈഎഫ്ഐ വർഷങ്ങളായി കേരളത്തിന് പഠിപ്പിക്കുന്ന രാഷ്ട്രീയം. 1980 നവംബറിൽ പഞ്ചാബിലെ ലുധിയാനയിൽ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിലൂടെ രൂപം കൊണ്ട ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ യാത്രയുടെ അടിത്തറ തന്നെ യുവാക്കളുടെ അവകാശങ്ങൾക്കും ജനങ്ങൾക്കും ജീവിത പ്രശ്നങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണം, തൊഴിൽ ലഭിക്കണം, മതത്തിന്റെ പേരിൽ മനുഷ്യൻ തമ്മിൽ തല്ലാൻ പാടില്ല, വർഗീയത യുവാക്കളെ വിഴുങ്ങാൻ പാടില്ല, ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെയുള്ള ആശയങ്ങളുമായി വളർന്ന ഒരു പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ ചരിത്രം നോക്കുമ്പോൾ സമരവും സേവനവും രണ്ടായി കാണാൻ കഴിയാത്തത്. തൊഴിലിന് വേണ്ടിയുള്ള സമരമുണ്ട്, വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടവുമുണ്ട്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രചരണത്തിലുമുണ്ട്, ലഹരിക്കെതിരെയുള്ള പ്രവർത്തനവുമുണ്ട്. അതോടൊപ്പം ഒരു രോഗിക്ക് രക്തം വേണമെന്നറിഞ്ഞാൽ പാർട്ടി ചോദിക്കാതെ ഓടിയെത്തുന്ന രക്തദാനവുമുണ്ട്. ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരന് ഭക്ഷണമില്ലെന്നറിഞ്ഞപ്പോൾ വീടുകളിൽ നിന്ന് പൊതിച്ചോർ ശേഖരിച്ചെത്തിക്കുന്ന ഹൃദയപൂർവ്വം എന്ന മഹത്തായ പ്രവർത്തനവുമുണ്ട്. ഒരു മനുഷ്യന്റെ വയറിന് വിശപ്പുണ്ടെങ്കിൽ ആദ്യം അവന് ഭക്ഷണം കൊടുക്കണം എന്നതാണ് അവിടെ രാഷ്ട്രീയം. കോവിഡ് കാലമൊന്ന് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. കേരളം മുഴുവൻ ഭീതിയിൽ വീടിനകത്ത് അടഞ്ഞിരുന്ന സമയത്ത് സാനിറ്റൈസും മരുന്നും ഭക്ഷണവുമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് യുവാക്കളുടെ കൂട്ടത്തിൽ ഡിവൈഎഫ്ഐ എന്ന സംഘടന മുൻപന്തിയിലായിരുന്നു. കേരളം ദുരന്തങ്ങളെ നേരിട്ടപ്പോൾ വീടുകൾ ശുചീകരിക്കാനും മാലിന്യം നീക്കാനും സാധനങ്ങൾ എത്തിക്കാനും ആ ഡിവൈഎഫ്ഐയിലെ യുവജനങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. വയനാട്ടിലെ മഹാദുരന്തത്തിനു ശേഷം വീട് നഷ്ടപ്പെട്ട മനുഷ്യർക്കായി വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളിലേക്കും ഡിവൈഎഫ്ഐ കടന്നു വന്നു. റീസൈക്കിൾ കേരള പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ ദുരിതാശ്വാസത്തിനായി പണം കണ്ടെത്തുകയും ചെയ്തു. അതായത് ഇവർക്ക് രാഷ്ട്രീയം എന്നത് പ്രസംഗം മാത്രമല്ല, രാഷ്ട്രീയം എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇടപെടലാണ്. ഇപ്പോഴത്തെ ഈ ദുരിതകാലത്തും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു വശത്ത് സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ സംവിധാനത്തിലെ ഏകോപനത്തെക്കുറിച്ചും പ്രവർത്തനത്തിലെ പോരായ്മകളെക്കുറിച്ചും വലിയ വിമർശനങ്ങൾ ഉയരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന UDF സർക്കാരിനോട് അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ അവർകളെ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു മനുഷ്യന് സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? കുടിവെള്ളമുണ്ടോ? മരുന്നുണ്ടോ? വസ്ത്രമുണ്ടോ? കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളുണ്ടോ? വയോധികർക്ക് വേണ്ട പരിചരണമുണ്ടോ? എല്ലാ ക്യാമ്പുകളിലേക്കും ആവശ്യമായ സാധനങ്ങൾ സമയത്ത് എത്തുന്നുണ്ടോ? ഇതെല്ലാം ഉറപ്പുവരുത്താൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കേണ്ടതല്ലേ? ഒരു സർക്കാരിനെ വിലയിരുത്തേണ്ടത് നല്ല കാലത്ത് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ കൊണ്ടല്ല, ഏറ്റവും മോശ സമയത്ത് ആ സർക്കാർ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെയാണ് എന്റെ വിമർശനം. സർക്കാരിന്റെ സംവിധാനങ്ങൾ വൈകുന്ന സ്ഥലത്ത് ഒരു ഡിവൈഎഫ്ഐ സഖാവ് ഭക്ഷണ പൊതിയുമായി ഓടിയെത്തേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു യുവജന സംഘടനയുടെ മഹത്വം മാത്രമല്ല, ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ. ഈ വീഡിയോയുടെ ലക്ഷ്യം ദുരിതബാധിതരുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നതല്ല, അത് യാഥാർത്ഥ്യമാണ്. ദുരന്ത ഭൂമിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, റവന്യൂ ഉദ്യോഗസ്ഥർ, രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ ഭേദമില്ലാതെ സഹായിക്കുന്ന ഓരോ മനുഷ്യരും
എല്ലാവർക്കും എന്റെ സ്നേഹ അഭിവാദ്യങ്ങൾ. എന്നാൽ ഞാൻ ഇന്ന് പ്രത്യേകമായി പറയുന്നത് ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടനയെക്കുറിച്ച് തന്നെയാണ്. കാരണം ഒരു യുവജന സംഘടന എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ എന്റെ മറുപടി ഇതാണ്: ജനങ്ങളുടെ കണ്ണീരിനരികിൽ നിൽക്കുന്ന സംഘടനയായിരിക്കണം. രക്തം ആവശ്യമുള്ളപ്പോൾ രക്തവുമായി എത്തണം, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണവുമായി എത്തണം, പ്രളയം വന്നാൽ ചെളിയിൽ ഇറങ്ങണം, വീട് തകർന്നാൽ പുനർനിർമ്മാണത്തിന് കൈകോർക്കണം, യുവാവിന് ജോലി നിഷേധിക്കപ്പെട്ടാൽ അവനൊപ്പം തെരുവിൽ സമരം ചെയ്യണം, മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കാൻ ശ്രമിച്ചാൽ മതനിരപേക്ഷതയുടെ കൊടി ഉയർത്തണം, ലഹരി ഒരു തലമുറയെ വിഴുങ്ങുമ്പോൾ അതിനെതിരെ സമൂഹത്തെ സംഘടിപ്പിക്കണം. ഈ എല്ലാ മേഖലകളിലും ഇടപെടുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഖാക്കളെ, ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഭക്ഷണപ്പൊതി കൈമാറുന്ന ചിത്രം നമ്മൾ കാണുമ്പോൾ അത് വെറും ഒരു ഭക്ഷണപ്പൊതിയുടെ ചിത്രമല്ല, അതൊരു രാഷ്ട്രീയത്തിന്റെ ചിത്രമാണ്. മനുഷ്യനാണ് ആദ്യമെന്ന രാഷ്ട്രീയത്തിന്റെ ചിത്രം. ചെളിയിലിറങ്ങി വീട് വൃത്തിയാക്കുന്ന സഖാവിന്റെ കയ്യിൽ നിങ്ങൾ ചുവന്ന കൊടി കാണണമെന്നില്ല, പക്ഷെ അവന്റെ ഹൃദയത്തിലും പ്രവൃത്തിയിലും ആ ചുവപ്പ് കാണാൻ നിങ്ങൾക്ക് കഴിയും. ആശുപത്രിയിൽ പൊതിച്ചോറ് നൽകുമ്പോൾ അവൻ മുദ്രാവാക്യം വിളിക്കാറില്ല, പക്ഷെ ആ പൊതിച്ചോറിനുള്ളിൽ ഒരു വലിയ മുദ്രാവാക്യമുണ്ട്: വിശക്കുന്ന മനുഷ്യനോടൊപ്പം ഞങ്ങളുണ്ടെന്ന മുദ്രാവാക്യം. രക്തം നൽകുമ്പോൾ അവൻ മതം ചോദിക്കുന്നില്ല. ആ രക്തത്തിന് ജാതിയില്ല, മതമില്ല, കോൺഗ്രസ് ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, ജീവൻ മാത്രം. ഇതാണ് ഡിവൈഎഫ്ഐയുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അതുകൊണ്ട് ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരന്ത ബാധിത മേഖലകളിലും പ്രവർത്തിക്കുന്ന ഓരോ ഡിവൈഎഫ്ഐ സഖാവിനോടും ഞാൻ ഹൃദയം തൊട്ടു പറയുകയാണ്: സഖാക്കളെ, അഭിവാദ്യങ്ങൾ. നിങ്ങളുടെ കയ്യിലെ ഓരോ ഭക്ഷണപ്പൊതിയും ഓരോ കുടുംബത്തിനും ആശ്വാസമാണ്. നിങ്ങൾ എത്തിക്കുന്ന ഓരോ കുപ്പി വെള്ളവും ഒരാളുടെ ദാഹമെങ്കിലും മാറ്റുന്നു. നിങ്ങൾ നീക്കുന്ന ഓരോ ചെളിക്കൂമ്പാരവും ഒരു കുടുംബത്തെ വീണ്ടും അവരുടെ വീട്ടിലേക്ക് അടുപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോ സേവന പ്രവർത്തനവും രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണ വീണ്ടും വീണ്ടും മാറ്റുകയാണ്. രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യന് വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രി വി ഡി സതീശനോടും UDF സർക്കാരിനോടും പറയാനുള്ളത് ഇത്ര മാത്രം: പ്രതിപക്ഷമായിരുന്നപ്പോൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഇന്ന് ഭരണത്തിലിരുന്ന് ഉത്തരങ്ങൾ നൽകേണ്ട സമയമാണിത്. ദുരന്തകാലത്ത് ജനങ്ങൾക്ക് വേണ്ടത് വാക്കുകളല്ല, കാര്യക്ഷമമായ ഇടപെടലാണ്. ഓരോ ക്യാമ്പിലും ഭക്ഷണം ഉറപ്പാക്കുക, കുടിവെള്ളം ഉറപ്പാക്കുക, മരുന്ന് ഉറപ്പാക്കുക, ശുചിത്വം ഉറപ്പാക്കുക, പുനരധിവാസം വേഗത്തിലാക്കുക. ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നതുവരെ സർക്കാർ എന്ന യന്ത്രം വിശ്രമിക്കാൻ പാടില്ല. അവസാനമായി, ഈ കേരളത്തിൽ ഒരാളുടെ കണ്ണുനീർ തുടയ്ക്കാൻ ഒരു കൈ നീളുന്നുണ്ടെങ്കിൽ ആ കൈ ഏത് പാർട്ടിയുടേതായാലും ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. എന്നാൽ ദുരന്തം വരുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശപ്പിന് ഭക്ഷണവും രോഗിക്ക് രക്തവും ദുരന്തബാധിതന് കൈത്താങ്ങും അനീതിക്കെതിരെ സമരവും നൽകുന്ന എന്റെ പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് ഹൃദയം നിറഞ്ഞ 1000 അഭിവാദ്യങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യത്വത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ, സേവനത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ, പോരാട്ടത്തിന്റെ പേരാണ് ഡിവൈഎഫ്ഐ. ദുരന്തമുഖത്ത് മനുഷ്യന്റെ കൈപിടിക്കുന്ന ചുവന്ന യുവത്വത്തിന് ഡിവൈഎഫ്ഐയുടെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം പ്രിയ സഖാക്കളെ, വിപ്ലവ അഭിവാദ്യങ്ങൾ.